വാർത്തകൾ തുടരുന്നു. യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് പതാക ഉയർത്തി. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് VA ആഷിഫ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PM നസീർ, PD സജീവ്, AK ജമാൽ, MA അഫ്സൽ, MV ബാലൻ, നാസർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ക്വിറ്റ് ഇന്ത്യ ദിനമായ ആഗസ്റ്റ് 9 ആചരിക്കുകയാണ്. മുൻഗാമികളായ നേതാക്കന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലൂടെ പടപൊരുത്തിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ആ മതേതരത്വം ഊട്ടിപ്പിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ കാണിച്ച ആ വൈത്തായകൾ ധന്യമാക്കുന്നതിന് വേണ്ടി ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം വിട്ടുപോയ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, അതുപോലെ തന്നെ മതഭീകരവാദികളുടെ പ്രശ്നങ്ങൾ, മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന അക്രമങ്ങളുടെ കാര്യങ്ങൾ, അതിനെ എതിരിടുക എന്നുള്ളതാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന കടമ. കാരണം യൂത്ത് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷനായി. AA ഷഫീർ, AD ലനീഷ്, മുനീർ ഇടശ്ശേരി എന്നിവർ സംസാരിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി നടന്ന സമരത്തിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ ദിനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിലെമ്പാടും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനമായി ആചരിക്കപ്പെടുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളായ കോൺഗ്രസിൻ്റെയും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ ഈ അവസരത്തിൽ ആദരവപൂർവ്വം സ്മരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. VD സന്ദീപ്, CS മണികണ്ഠൻ, PSP നസീർ എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 9 ബോംബെ എന്ന് പറയുന്ന മഹാനഗരത്തിലെ ക്രാന്തി മൈതാനിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രോജ്വലമായ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആഗസ്റ്റ് 9 ജന്മദിനമായി ആചരിക്കുന്നത്. 1942 ആഗസ്റ്റ് 8 ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഭടന്മാർ മുഴുവൻ ബോംബെയിലെ ക്രാന്തി മൈതാനിയിൽ ഒത്തുകൂടുകയും മഹത്തായ 2 മുദ്രാവാക്യങ്ങൾ മഹാത്മാഗാന്ധി ലോക ജനതയ്ക്ക് മുന്നിൽ ആഗ്രഹിക്കുകയും ചെയ്തു. ഒന്ന്, ദൂരം ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഇന്ത്യ വിട്ടുപോവുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആഗസ്റ്റ് 9 നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു. പുലർച്ചെ മുതൽ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങിയത്. ഈ മാസം 17 തീർത്ഥാടനം അവസാനിക്കാനിരിക്കെ ഭക്തരുടെ വൻ തിരക്കാണ് ഉണ്ടാകുന്നത്. ദേവസ്വം മാനേജർ AK രാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ P മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ വിപുലമായ സൗകര്യങ്ങൾ ദർശനത്തിനെത്തിയ ഭക്തർക്ക് ഏറെ സഹായകരമായി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രീരഞ്ജിനി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ശാസ്ത്രീയ സംഗീതാർച്ചന നടത്തി. രാവിലെ മുതൽ ആരംഭിച്ച സംഗീതാർച്ചന പായ്ക്കാട്ട് മനക്കൽ രാമൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ശ്രീരഞ്ജിനി സംഗീത വിദ്യാലയം ഡയറക്ടർ K ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മാനേജർ KK രാജൻ, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് U വാസുദേവൻ, തങ്കം പിഷാരസ്യ, VR പ്രകാശൻ, NS രാജീവ്, PV ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീതാധ്യാപകൻ ഡിവിൻ ദാസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്ക മരിച്ചു. കൂരിക്കുഴി സ്വദേശി കല്ലായിൽ പരേതനായ കാർത്തികേയന്റെ ഭാര്യ രജനിയാണ് മരിച്ചത്. ചന്ദ്രാപിനിയിൽ ഗുണ്ടാക്രമണത്തിൽ ഗൃഹനാഥന് കുത്തേറ്റു. മക്കൾക്ക് പരിക്ക്. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.